എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞാനിപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമായിരുന്നു മൈക്രോ ഗ്രീൻസിൻ്റെ. അതിനെക്കുറിച്ച് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് അതെന്താണെന്നുള്ളത്, അത് ഞാൻ വളർത്തിയെടുത്തത്, അത് ആ ഒരു ഫുഡ് ഐറ്റം അത് ഞാൻ എങ്ങനെയാണ് കറി ഉണ്ടാക്കിയതെന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കൂടുതൽ പേർക്ക് ഇതിനെക്കുറിച്ച് അറിയായിരിക്കും, അതിൻ്റെ ബെനിഫിറ്റ്സും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണെന്നൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞ ഒരു ഫുഡ് ഐറ്റം ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അത് എന്തിനൊക്കെയാണ് നല്ലതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്, ഹെയറിന്, ബ്രെയിനിന്, പിന്നെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട്, അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു ഫുഡ് ഐറ്റമാണ് മൈക്രോ ഗ്രീൻസ്. മൈക്രോ ഗ്രീൻസ് എന്തുട്ടാണ്? മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പയറില്ലേ, ആ പയർ നമ്മൾ മുളപ്പിച്ചെടുത്ത ഒരു സാലഡ് ഞാൻ നിങ്ങൾക്കത് വേറെ റെസിപ്പിയായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതും സെയിം ആയിട്ടുള്ള ഗുണങ്ങളാണുള്ളത്. അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഒരു ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിത് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, മണ്ണൊന്നും വേണ്ട ആവശ്യമൊന്നും ഇല്ല നമുക്ക്. ഇതിന് മണ്ണൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ പയറുണ്ടല്ലോ, ചെറിയ കുഞ്ഞു പയർ, ചെറുപയർ വെള്ളത്തിലിട്ട് ഒരു 6 hours സോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ സോക്ക് ചെയ്ത് വെച്ച പയർ ഒരു വെറ്റായിട്ടുള്ള നനഞ്ഞ തുണിയിലോ അല്ലെങ്കിൽ നനഞ്ഞ ടർക്കിലോ പൊതിഞ്ഞ് വെക്കാം. അത് ഇന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ പിറ്റേ ദിവസം എടുക്കാം. അപ്പോൾ നല്ലോണം മുള വന്നിട്ടുണ്ടാവും. ആ മുള വന്ന പയർ എന്ത് ചെയ്യണം, ഒരു കണ്ടെയ്നറിൽ, പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുക്കുക. അതിൽ ആ കണ്ടെയ്നറിൻ്റെ അടിയിൽ 2-3 5 ഹോൾസ് ഇടുക. എന്നിട്ട് ടിഷ്യൂ പേപ്പർ വെക്കുക, ടിഷ്യൂ പേപ്പർ നനയ്ക്കുക. എന്നിട്ട് ഈ മുളപ്പിച്ച ഈ പയർ നമ്മൾ 6 മണിക്കൂർ സോക്ക് ചെയ്ത് ഒരു ടർക്കിൽ, വെറ്റായിട്ടുള്ള ഒരു ടർക്കിയിൽ പൊതിഞ്ഞു വെച്ച, ഓവർനൈറ്റ് വെച്ച ഈ ഒരു മുളച്ച പയർ ഈ വെറ്റായിട്ടുള്ള ടിഷ്യൂവിൽ നമ്മൾ ഇടുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു 7 to 10 days ആയി കഴിയുമ്പോൾ നമ്മളുടെ പയറൊക്കെ വളർന്ന് ഒരു ഇത്രയും വലിപ്പത്തിൽ എത്തിയിട്ടുണ്ടാവും. ഈ ഒരു വലിപ്പത്തിൽ എത്തിക്കഴിഞ്ഞുമ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു ചെറിയൊരു ഇത്രയേ ഉള്ളൊരു വലിപ്പം എത്തുമ്പോൾ ഞാനത് വീട്ടിൽ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയുടെ പാക്കിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ അത് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ റൂട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം അതിൻ്റെ ഒരു സ്റ്റെമ്മുണ്ട്, അതും എടുക്കുക. അതിൻ്റെ ലീഫ് ഉണ്ട്, അതും എടുക്കുക. എന്നിട്ട് നമ്മൾ ചീര വെക്കുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് വെക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് അത് കട്ട് ചെയ്തിട്ട് അത് ചുമ്മാ വേണമെങ്കിലും കഴിക്കാം. ചിലവർ അതിങ്ങനെ കഴിക്കുന്നുണ്ട്, അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അല്ലാന്നാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ കറി വെക്കുന്നത് പോലെ, ചീര വെക്കുന്നത് പോലെ തേങ്ങയിട്ടോ അല്ലെങ്കിൽ ചുമ്മാ എണ്ണയൊക്കെ ഇട്ട് വാട്ടിയോ അങ്ങനെയാണെങ്കിലും വെക്കാം. അപ്പോൾ ഞാനിവിടെ വെച്ചേക്കുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. അതിട്ട് നമ്മൾ ചീരക്കറി വെക്കുന്നത് പോലെയാണ് വെച്ചേക്കുന്നത്. കാരണം ഇത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫുഡ് ഐറ്റമാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെയറിനും സ്കിന്നിനും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ബ്രെയിനിനും ഒക്കെ നല്ല ഒരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിത് ചുമ്മാ ഇട്ടാൽ പോരാ, അത് നനച്ചു കൊടുക്കണം. ഒരു ദിവസത്തിൽ ഞാൻ സ്പ്രേ ആണ് ചെയ്തത്. സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ കൈവച്ചൊക്കെ ഒഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം കൂടുതലായി പോകും, അത് ചീത്തായി പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. രാവിലെ സ്പ്രേ ചെയ്യുക. പറ്റുവാണെങ്കിൽ 4 നേരം സ്പ്രേ ചെയ്യാനായിട്ട് നോക്കുക. ഒരുപാട് ഒഴിക്കരുത്, കൂടിപ്പോകാൻ പാടില്ല. പിന്നെ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ രാവിലെ നമ്മൾ എണീക്കുമ്പോഴൊന്ന് സ്പ്രേ ചെയ്യുക. പിന്നെ ജോലിക്ക് ഇറങ്ങാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വരുമ്പോഴും അത്രയും മതി. എല്ലാ ദിവസവും മുടങ്ങാതെ സ്പ്രേ ചെയ്യുക. 7 to 10 days ആണ് ഇതിൻ്റെ. ഓക്കെ, 10 days ആയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നമ്മൾ ഒരു ചീര പോലത്തെ ഒരു സംഭവം, ഇത്രയും ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡ് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ വളർത്തിയെടുത്ത് കറി വെക്കാൻ പോകുന്നു. നല്ല രസമാണ്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തേക്കുന്നത്. 3 കണ്ടെയ്നേഴ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൽ ഞാൻ ഹോളിട്ടു, എന്നിട്ട് ടിഷ്യൂ പേപ്പർ നനച്ച് വെച്ചു, എന്നിട്ട് മുളപ്പിച്ച ആ ഒരു പയറിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഓരോ ദിവസത്തെയും ഗ്രോത്താണ്. ഞാൻ ഓരോ ദിവസവും ഞാനൊരു 4 times സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരുന്നു. വെള്ളം ഒത്തിരി ആയി പോകരുത്, അത് ചീത്തായി പോകും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് പ്ലാന്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൈക്രോ ഗ്രീൻസ്. ഇത് എല്ലാവരും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. പ്രത്യേകിച്ച് കുട്ടികൾ കഴിക്കുന്നത് നല്ലതാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും ഫൈബർ കണ്ടൻറ്റ് ഉള്ളതും മിനറൽസും ഒക്കെ ഉള്ള ഒരു ഫുഡാണ് മൈക്രോ ഗ്രീൻസ്. അപ്പോൾ ഞാനിവിടെ
അതിൻ്റെ ഒരു ഫുൾ ഗ്രോത്ത് ആയി കഴിഞ്ഞപ്പോൾ ടിഷ്യൂ ഒക്കെ മാറ്റി അത് കട്ട് ചെയ്ത് കഴുകി വെച്ചേക്കുവാണ്. എന്നിട്ടാണ് ഞാനത് തേങ്ങയൊക്കെ ഇട്ട് ചെമ്മീനൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കിയത്. ഇത് ചുമ്മാ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.